സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാനസ വരുണിനോടൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. കൃഷിനെ തകർക്കാൻ പറ്റിയ നല്ലൊരു ആയുധം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞില്ലായിരുന്നു. അപ്പം മാനസയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കബഡി നിരത്തി നോക്കാൻ ശ്രമിക്കുമ്പോൾ ജ്യോത്സ്യർ പറയുന്നുണ്ടല്ലോ, കബഡി നിരത്തി നോക്കിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മെൻ്റലി പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് ആ പെൺകുട്ടി പറയുന്നത് അറിയുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ആ ഒരു സത്യം മാനസ വരുണിനെ അറിയിക്കുന്നുണ്ട്. അതായത് കൃഷിനെ സാഗറും സുജി ആൻറ്റിയും കൂടി എടുത്ത് വളർത്തിയ മകനാണ്. സാഗർ കുടുംബവുമായി യാതൊരു ബന്ധവും കൃഷിനില്ല എന്നുള്ള സത്യം അറിയുന്നുണ്ട്. ഈ ആയുധം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കവരെ തകർക്കാൻ പറ്റും. കൃഷിനെയും കൺമണിയെയും സാഗർ കുടുംബത്തിനെ എല്ലാവരെയും പല വഴിക്കായി തെറ്റിപ്പിരിക്കാൻ പറ്റും എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്നതിലൊക്കെ സത്യമുണ്ടോ, സത്യം തന്നെയാണോ എന്ന് വരുണാണെങ്കിൽ സംശയിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ആണെന്ന് പറയുമ്പം വരുണിന് ഒരുപാട് സന്തോഷമാകുന്നു. നല്ലൊരു മാർഗമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കൃഷിനെയും കൺമണിയെയും അതുപോലെ സാഗർ കുടുംബത്തിനെയും തമ്മിൽ തെറ്റിക്കാൻ കറക്റ്റ് ടൈമിനാണെങ്കിൽ ധനലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ധനലക്ഷ്മി പോകുന്നത് കണ്ടിട്ട് മാനസ വരുണിനോട് പറയുന്നുണ്ട്, കൺമണിയുടെ വീട്ടിൽ നല്ലൊരു അടി ഉണ്ടാക്കണമെങ്കിൽ പറ്റിയ ആളാണ് ഈ വരുന്നത്. അവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൺമണിയുടെ വീട്ടിൽ നല്ല ബഹളം ഉണ്ടാക്കിക്കോളും എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു, അത് ശരിയാ, നമുക്ക് പണി തുടങ്ങിയാലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ധനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതേസമയം ഗോകുലിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൺമണിയുടെ കയ്യിൽ വേണ്ടിയ പണം കാണത്തില്ല എന്ന് ടെൻഷൻ അടിച്ച് നിന്ന ഗോകുലിനെ സമാധാനപ്പെടുത്തി കൺമണിയും അതുപോലെ കൃഷിയും കൂടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കടയിലൊക്കെ പോകുമ്പോൾ അവനെ സന്തോഷിപ്പിച്ച് അവന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കണ്ടറിഞ്ഞ് മേടിച്ചു കൊടുക്കുന്നുണ്ട്. കൃഷിയും അതുപോലെ കൺമണിയും ഗോകുലിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമാകുന്നു. പിറന്നാൾ ആഘോഷിക്കണമെന്നൊരാഗ്രഹം പറഞ്ഞതിൻ്റെ പേര് അമ്മ ഒരുപാട് നാണം കെടുത്തിയിരുന്നു ഗോകുലിനെ. പൈസയില്ല, മാത്രമല്ല നിൻ്റെ അച്ഛനൊരു മോഷ്ടാവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ച ആ സമയത്ത് എല്ലാം കണ്ടറിഞ്ഞ് അപ്പയും അതുപോലെ കൃഷ് സാറും ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഗോകുലിൻ്റെ മുഖത്തുണ്ട്. എന്നാൽ സാഗർ കുടുംബത്തിൽ മാത്രം അറിയാവുന്ന ഏറ്റവും വലിയൊരു രഹസ്യമാണ് കൃഷിൻ്റെ ജന്മരഹസ്യം. അതിപ്പോൾ ശത്രുക്കൾ അറിഞ്ഞു എന്ന് മാത്രമല്ല, കൺമണിയുടെ വീട്ടിനെയും ബാധിക്കുന്ന രൂപത്തിൽ അത് ഒരായുധമാക്കി അവർ പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാനസയും വരുണും ധനലക്ഷ്മിയെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഇനി എന്തായിരിക്കും പറഞ്ഞു വിടുക, കാത്തിരിക്കാം.